ശരി, ശ്രീ വസന്ത് തെങ്ങുംപള്ളിയിൽ നിങ്ങൾ പൂർണ്ണമായിട്ടും ഈ പാദപൂജയെ എതിർക്കുന്നുണ്ടോ? ഇപ്പോൾ പ്രത്യക്ഷ സമരത്തിൽ തന്നെയുണ്ട് ഇടത് വിദ്യാർത്ഥി സംഘടനകൾ. കോൺഗ്രസ് പക്ഷേ അങ്ങനെ ഒരു കടുത്ത നിലപാടിലേക്ക് പോയിട്ടില്ലല്ലോ. KC വേണുഗോപാലൊക്കെ പ്രതികരിച്ചിട്ടുണ്ട് ഇതിനെതിരെ, വിദ്യാർത്ഥികളെ കൊണ്ട് ഇങ്ങനെ പാദപൂജ ചെയ്യിപ്പിച്ചത് ശരിയായില്ല എന്നൊക്കെ. പക്ഷെ നിങ്ങൾ ഇക്കാര്യത്തിലൊരു നിലപാടെടുക്കാൻ ബുദ്ധിമുട്ടുന്നുണ്ടോ? എന്താണ് കൃത്യമായ നിലപാട്? യാതൊരു നിലപാടിന്റെ തെളിമ കുറവുമില്ല ഈ വിഷയത്തിൽ കോൺഗ്രസിനെ സംബന്ധിച്ച്. കാരണം ഇന്ത്യൻ ഭരണഘടന വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് പറയുന്ന ഒന്നാമത്തെ വാക്ക് സയന്റിഫിക് ടെമ്പർ എന്നാണ്. അതായത് ഇന്ത്യയിലെ എല്ലാ വിദ്യാർത്ഥികളെയും അവരുടെ സയന്റിഫിക് ടെമ്പർ വളർത്താൻ വേണ്ടിയുള്ള ഉദ്ദേശത്തോടു കൂടി വിദ്യാർത്ഥി സിലബസുകൾ, വിദ്യാഭ്യാസം രൂപപ്പെടുത്തിയെടുക്കണം എന്നാണ് ഇന്ത്യൻ ഭരണഘടന തന്നെ പറയുന്നത്. ആ സയന്റിഫിക് ടെമ്പറിനെ തെറ്റിക്കുന്ന രീതിയിൽ അടിമ ഉടമ ബന്ധം പോലെ, അടിയാളൻ ഉടയാളൻ ബന്ധം പോലെ ആരെങ്കിലും കാലു കഴുകിയാൽ മാത്രമാണ് വിദ്യ പകർന്നു കിട്ടുക, അങ്ങനെയാണ് ആ അനുഗ്രഹം കിട്ടുക എന്നുള്ള ചിന്ത ആരാണ് മുമ്പോട്ട് വെക്കുന്നത്? അത് മുമ്പോട്ട് വെക്കുന്നത് ഈ സംഘപരിവാർ ശക്തികളാണ്. അവരുടെ ആശയത്തിലാണ്, മനുസ്മൃതിയിലാണെന്ന് പറയുന്നത്. മറ്റേതെങ്കിലും ഹൈന്ദവ ആചാരങ്ങളിലോ ഹൈന്ദവ വിശ്വാസങ്ങളിലോ അത്തരമൊരു ആചാരമില്ല. പറയൂ, അപ്രകാരം ഭാഗം തൊടുന്ന മനുസ്മൃതി ചുമ്മാതെ പ്രസംഗിക്കാതെ മനുസ്മൃതി ഒന്ന് വായിച്ചു കേൾപ്പിക്കാൻ ഭാഗം അങ്ങാണ് ഒരു ചർച്ചയുടെ ആങ്കർ. ഞാൻ സംസാരിച്ചു തുടങ്ങുമ്പോഴെങ്കിലും സംശയം വന്നു താങ്കൾ പറഞ്ഞതിൽ. എനിക്കത് അറിയില്ലായിരുന്നു, അദ്ദേഹം അത് പറഞ്ഞു, അത്രേ ഉള്ളൂ. അതിന് മറുപടി പറഞ്ഞോളൂ. അല്ല, പറഞ്ഞു പോവാന്നേ. അല്ലൊന്ന് പറയണ്ടേ? താങ്കൾ വരികൾക്കിടയിൽ ചുമ്മാ മനുസ്മൃതി 40 വട്ടം പറയുന്നത് മനുസ്മൃതി ഒന്ന് വായിച്ചു കേൾപ്പിക്ക്, എന്നിട്ട് പറയാം. ഇദ്ദേഹം സംസാരിക്കുന്നില്ല. എന്റെ ഒരു സംശയമാണ്, താങ്കൾ വിട്ടിട്ട് പോകരുത്, ഒന്ന് പറഞ്ഞു കേൾപ്പിക്കൂ. ഹലോ മിസ്റ്റർ, ഞാൻ സംസാരിച്ചു തുടങ്ങുമ്പോൾ അങ്ങയുടെ സംശയത്തിന് ഉത്തരം പറയാൻ വരുന്നതിന് മുമ്പ് അങ്ങന്റെ വായിൽ കടി വെറിവെക്കാൻ വന്നു കഴിഞ്ഞാൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഞാൻ വളരെ കൃത്യമായി പറയുന്നു. ഇന്ത്യയുടെ ഇപ്പൊ നിങ്ങൾ ഈ പറയുന്ന ഗുരു പൂജ എന്ന് പറയുന്ന ഈ കാലുകഴുകൽ പരിപാടി, ആ പരിപാടി ഇന്ത്യയുടെ ഏത് സംസ്കാരത്തിന്റെ ഏത് പുസ്തകത്തിലാണ് നിഷ്കർഷിച്ചിട്ടുള്ളത്? അങ്ങേക്കൊന്ന് പറയാമോ? പറഞ്ഞു. അല്ലെന്നേ, ഇങ്ങനെ ഇദ്ദേഹം സംസാരിക്കണേ അയാളെ മാത്രം വെച്ച് ചർച്ച നടത്തും കേട്ടോ. അല്ല, പറയാമെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറയാന്നല്ലേ പറഞ്ഞു. പൂർത്തിയായിട്ട് അദ്ദേഹം പറയുന്നു. ഇപ്പൊ പണിലും പറയാം. ശ്രീ അനിൽ, അങ്ങൊരു ഒരു ബേസിക് മര്യാദ കാണിക്കണം. ഞാൻ മര്യാദയോടെ പറഞ്ഞത്, താങ്കൾ ചോദിച്ചാൽ ഞാൻ ഉത്തരം പറഞ്ഞത് പറയാം. ശ്രീ അനിൽ, ഞാൻ പഠിച്ച ഗുരുകുലങ്ങളിലെല്ലാം ഈ ബേസിക് മര്യാദ, ഒരു ബേസിക് മാനേഴ്സ് എന്ന് പറയുന്നത് പഠിപ്പിക്കുന്നുണ്ട്. അത് തന്നെയാണ്, ഒരു കുഴപ്പമില്ല. താങ്കൾ അദ്ദേഹത്തിന്റെ പോയിന്റ് പറഞ്ഞോട്ടെ, അദ്ദേഹം പറയട്ടെ, പിന്നെ ഞാൻ പറഞ്ഞോളാം. ശ്രീ അനിൽ, ആദ്യം സാമാന്യ മര്യാദ പഠിക്കൂ, എന്നിട്ട് അത് പഠിപ്പിക്കൂ, എന്നിട്ടാവാം കാല് കഴുകൽ. അതില്ലാതെ നിങ്ങളാണോ കുട്ടികളെ കൊണ്ട് കാല് കഴിപ്പിക്കാൻ പോകുന്നത്? താങ്കൾ ചുമ്മാതെ എന്തെങ്കിലുമൊക്കെ പുലമ്പിയിട്ട് പോയ മനുസ്മൃതി പറഞ്ഞേ. അല്ല, പുലഫ്യം പറയുന്നത് താങ്കളാണ്. ഞാനൊരു പുലഫ്യോ? അത് മറ്റു വിഷയങ്ങളെ പോകാതെ വസന്ത് പറയൂ. അല്ല, അദ്ദേഹം തന്നെ, അത് അദ്ദേഹത്തിന്റെ സംസ്കാരം പ്രേക്ഷകർക്ക് മനസ്സിലായിട്ടുണ്ട്. ഇനി ഇദ്ദേഹത്തിന്റെ കൂടി കാല് കഴിയേണ്ട ഗതികേട് ഏതെങ്കിലും കുട്ടികൾക്ക് ഉണ്ടാവാതിരിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. രണ്ടാമത്, വളരെ കൃത്യമായി ഞങ്ങളുടെ നിലപാട് എന്താണ്? ഞങ്ങൾ പറയുന്നത് ഇത്തരം ആചാരങ്ങൾ സയന്റിഫിക് ടെമ്പർ വളർത്തുന്നതിന് എതിരായിട്ടുള്ള സംസ്കാരമാണെങ്കിൽ അത് തിരുത്തപ്പെടണം. എത്രയോ സംസ്കാരങ്ങൾ തിരുത്തപ്പെടുത്തിയിട്ടുണ്ട്, തെറ്റാണ് എന്ന് കണ്ട്. സതി ഇവിടെ തിരുത്തപ്പെട്ടില്ലേ? അങ്ങനെ തിരുത്തപ്പെടേണ്ടതാണെങ്കിൽ തിരുത്തപ്പെടണം. രണ്ട്, BJP നേതാക്കളുടെയും ഈ നാട്ടിലുള്ള BJPയുടെ അദ്ദേഹം തന്നെ കാര്യകർത്ത എന്നാണ് പറയുന്നത്. BJPയുടെ മണ്ഡലം സെക്രട്ടറിയുടെയും ജില്ലാ സെക്രട്ടറിയുടെയും അടക്കം കാല് കഴുകി എന്ത് അനുഗ്രഹമാണ് കുട്ടികൾക്ക് കിട്ടുക എന്നുള്ളത് പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഈ പരിപാടി സംഘടിപ്പിക്കപ്പെട്ട സ്കൂളിന്റെ റോൾ കോഡിൽ അല്ലെങ്കിൽ അവിടുത്തെ എംപ്ലോയി രജിസ്ട്രിയിൽ എവിടെയെങ്കിലും ഈ BJPയുടെ ജില്ലാ സെക്രട്ടറി എംപ്ലോയി ആണോ? പിന്നെ അദ്ദേഹം പറഞ്ഞ എന്താണ്, ഈ ക്ലാസ് എടുക്കാൻ വരുന്നു, ലീഗൽ ക്ലാസ് എടുക്കാൻ പോകുന്നു. ഞാൻ ഒരുപാട് അടുത്ത് ലീഗൽ ക്ലാസ്, മോട്ടിവേഷൻ ക്ലാസ് എടുക്കാനും പോകാനുള്ളതാണ്. നാളെ തൊട്ട് എന്റെ കാല് കഴിക്കോ, കുട്ടികൾക്കെല്ലാം അനുഗ്രഹം തന്നേക്കാം എന്ന് പറഞ്ഞാൽ അംഗീകരിക്കാൻ പറ്റുമോ? അങ്ങനെയല്ല. കുട്ടികളെ സംബന്ധിച്ച് ഇപ്പൊ അദ്ദേഹം തന്നെ സൂചിപ്പിച്ചു, 4 വയസ്സുകാരൻ വിദ്യ പകർന്നു കൊടുത്താലും അവൻ അറിവുള്ളവനാണെങ്കിലും അവനെയും ഗുരുവായി കാണുന്നതാണ് നമ്മുടെ സംസ്കാരം. ഇവരുടെ സംസ്കാരമല്ല, നമ്മുടെ സംസ്കാരം, ഭാരതത്തിന്റെ സംസ്കാരം. അപ്പൊ അവിടെ കാല് കഴുകാൻ നിർബന്ധിതരായ കുട്ടികളിൽ എത്ര പേർ ഈ ഗുരുക്കന്മാരെക്കാട്ടിലും അറിവുള്ളവർ, അവരെക്കാട്ടിലും പ്രാഗൽഭ്യമുള്ളവരുണ്ടാവും?
അപ്പോൾ അവരുടെ മനസ്സിൽ ഒരു 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 കാല് കഴുകുന്നു എന്ന് പറയുന്ന സംസ്കാരം അത് നല്ലതല്ല എന്ന കൺസെപ്റ്റ് തന്നെയാണ് ഞങ്ങൾക്കുള്ളത്. കുട്ടികളെ നിർബന്ധിച്ചൊരു കാര്യം ചെയ്യിപ്പിക്കുക എന്ന് പറയുന്നത് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനെതിരാണ്. ഇനി കുട്ടികൾ സ്വമേധയാ കഴിയുന്നതാണ് എന്ന് പറയാൻ പറ്റില്ല, കാര്യം അവർ മേജേഴ്സ് അല്ല. അപ്പൊ സ്വമേധയാ അവർക്ക് തീരുമാനമെടുക്കാൻ പറ്റും എന്ന് പറയുന്ന പോയിന്റും നിൽക്കില്ല. അപ്പൊ ഇവർക്ക് കുറച്ച് ഇവരുടെ വിദ്യാലയങ്ങളിലൂടെ, അതായത് ഈ പറയുന്ന സ്പെഷ്യൽ ഗ്രൂപ്പ് സംഘപരിവാർ ഗ്രൂപ്പുകളുടെ മാനേജ്മെന്റിൽ ഇരിക്കുന്ന സ്കൂളുകളിലൂടെ ഇവരുടെ ആശയ പ്രചാരണങ്ങളെ, ഇവരുടെ തത്വദീക്ഷകളെ ഒളിച്ചു കടത്താനുള്ള ശ്രമമാണ് നടക്കുന്നത്. അതിനെ എതിർക്കപ്പെടുക തന്നെ വേണം. സ്കൂളുകൾ, വിദ്യാലയങ്ങൾ, നമ്മളുടെ കുഞ്ഞുങ്ങൾ, നമ്മുടെ മക്കൾ അവർ 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 കാല് കഴുകി വളരേണ്ടവരല്ല, അവർ ചിറകടിച്ചുയരേണ്ടവരാണ് എന്ന നിലപാടാണ് കോൺഗ്രസ്. ശരി.